കേറ്റിക്കിസും എനിക്കും അവതരിപ്പിക്കുന്ന നാടകം ആരംഭിക്കുന്നു. ഇച്ചായ, ദേ വന്ന് നോക്കിയേ, ഒരമ്മയും കുഞ്ഞും കുറെ നേരമായി അവിടെ ഇരിക്കുന്നു. ഞാനൊന്ന് പോയി ചോദിക്കട്ടെ, എന്താ അവിടെ ഇരിക്കുന്നേന്നിങ്ങനെ? അതിനെന്താ അറിയത്താമോ, നീ അങ്ങോട്ട് ചോദിക്ക്. എന്നോട് പ്രത്യേകം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അതേ, എന്താ അവിടെ ഇരിക്കുന്നേ? ഇങ്ങോട്ട് വാ. നിങ്ങൾ അവിടെ കുറേയായി ഇരിക്കുന്ന കണ്ടല്ല, എവിടെയെങ്കിലും പോകാൻ വന്നതാണോ? ഞങ്ങൾ ഇവിടെ അടുത്ത് ഒരു കരുണാലയം ഉണ്ടല്ലോ, അവിടെ വന്നതാ. സ്റ്റോപ്പ് മാറി ഇറങ്ങിപ്പോയി. എവിടെ നിന്ന് വരുന്നു നിങ്ങള്? എന്റെ പേര് ദേവകീന്ന, കുറച്ച് നടക്കുന്ന. ഇതെന്റെ പേരക്കുട്ടിയാ. മുഖമൊക്കെ വാടിയിരിക്കണം. എന്തെങ്കിലും കഴിച്ചാ നിങ്ങള്? കുടിക്കാൻ ഇച്ചിരി എന്തെങ്കിലും എടുക്കട്ടെ? ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഇതിന് ഇച്ചിരി ഭക്ഷണം കൊടുക്കാവോ? ഇവിടെ അടുത്ത് ഹോട്ടലൊന്നും കണ്ടില്ല, അതാണ്. അതിനെന്താന്നേ, മോനിങ്ങി വന്നേ, അമ്മച്ചി വയറ് നിറച്ച് ഭക്ഷണം തരാട്ടാ. അല്ല, നിങ്ങളെന്തിനാ കരുണാലയത്തിൽ പോകുന്നേ? അവിടെ ആരെങ്കിലും കാണാൻ പോവുകയാണോ? എന്റെ മോളുടെ മോനാണിത്. പ്രേമവിവാഹമായിരുന്നു. താഴെ ജാതി എന്ന് പറഞ്ഞ് എന്റെ ഭർത്താവും മക്കളും കൂടി അവരെ ഒരുപാട് ഉപദ്രവിച്ചു. അവസാനം അവരവനെ കൊന്നു കളഞ്ഞു. നല്ലോനായിരുന്നു. എന്റെ മോളെ പൊന്നുപോലെ അവൻ നോക്കിയിരുന്നു. കഷ്ടം തന്നെ. ഇക്കാലത്തും ജാതിയും മതവും താഴ്ന്ന ജാതി ഇങ്ങനെയൊക്കെ നോക്കിയിരിക്കുന്ന ആളുകൾ, എന്തൊരു കഷ്ടമാണ്. അവൻ പോയ ദുഃഖത്തില് അവളും അവന്റെ പിന്നാലെ പോയി. പിന്നെ ഞാനും എന്റെ മോളും മാത്രമായി. അമ്മ കരയണ്ട, വിധിയാണെന്ന് വിചാരിക്കുക. അമ്മമ്മേ, എന്റെ പൊന്നമ്മമ്മയല്ലേ, ഇച്ചിരി കഴിച്ചേ. ആ വാ തുറന്നേ. അമ്മമ്മേ, നല്ല കറിയാ, നല്ല രസമുണ്ട്. എന്റെ അമ്മ ഉണ്ടാക്കുന്ന പോലെ തന്നെയുണ്ട്. വേണ്ട മോനെ, മോൻ കഴിച്ചോ. അമ്മമ്മക്കിപ്പോ തീരെ വിശപ്പില്ല. ഈ അമ്മമ്മ കഴിച്ചെന്ന് വെറുതെ പറയാണ് അമ്മച്ചി. 3 ദിവസമായി അമ്മമ്മ കഞ്ഞിവെള്ളം പോലും കഴിച്ചില്ല. ആരും തന്നില്ല, പൈപ്പില് വെള്ളം കുടിച്ചത്. അമ്മമ്മ ഒന്ന് വായ പൊളിച്ചേ. അമ്മമ്മ എനിക്ക് തരുന്നത് പോലെ ഞാനും വാരി തരാം അമ്മയ്ക്ക്. പൊന്നമ്മയല്ലേ. ആ വാ തുറന്നേ. അമ്മ കൂടി ഇവിടെ ഇരുന്നേ, ഞാനിപ്പോ തന്നെ ഭക്ഷണം എടുത്തുകൊണ്ടുവരാം. ഉച്ചയായില്ലേ അമ്മേ? കൂടാതെ ഇന്ന് ക്രിസ്മസ് അല്ലേ, ഞങ്ങളും കഴിച്ചിട്ടില്ല. ബാ അമ്മ ബാ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാം. സന്തോഷായി. ഒരു പരിചയമില്ലാത്ത ഞങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം തന്നാലും ഇങ്ങനെ ഉറക്കില്ല നിങ്ങളായിരിക്കും. അമ്മ ഇനി ഈ കുഞ്ഞിനെ കൊണ്ട് ഇനി എങ്ങോട്ടാ? വീട്ടിലേക്ക് ഇനിയില്ല. ഇവനെ
ഏതെങ്കിലും ഒരു അനാഥാലയത്തിലാക്കണം. പിന്നെ എനിക്ക് വേണമെന്ന് ഒരിടം അതും കൂടി നോക്കണം. വീട്ടിലേക്ക് പോകാമായിരുന്നില്ലേ? ഇല്ല മോളെ, ഇനി അങ്ങോട്ടില്ല. എന്റെ ശരീരങ്ങളുടെ ഒട്ടത്തിന്റെ നടനാണവര്. എന്നാലും ഇല്ല, ഞങ്ങൾ ഇറങ്ങട്ടെ. ഇച്ചായ ഒന്നിങ്ങോട്ട് വന്നേ. എന്നതാടി റീത്താമോ? എന്തായാലും ആ കുഞ്ഞിനെ അനാഥ മന്ദിരത്തിലാക്കും. ഇച്ചായ, നമുക്കവനെ വളർത്താം. അവന്റെ മുഖത്തോട്ടൊന്ന് നോക്കി, നമ്മുടെ സേവിയെ പോലെ തന്നെ. അമ്മേ, ഒരു നിമിഷം ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞങ്ങളിവിടെ രണ്ടുപേര് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ മോനെ വർഷങ്ങൾക്ക് മുമ്പ് കടൽ കൊണ്ടുപോയി. പിന്നെ ഇത്രയും കാലം ഞങ്ങൾ മാത്രമായിരുന്നു. ഇപ്പോ ഒരു ആഗ്രഹം, ഇവനെ ഞങ്ങൾക്ക് തന്നൂടെ? ഞങ്ങൾ അവനെ പൊന്നുപോലെ നോക്കാം. അമ്മയും ഒരിടത്ത് പോകണ്ട. ഇവിടെ നമുക്ക് 4 പേർക്ക് ഒരുമിച്ച് ഞങ്ങൾക്കൊരു അമ്മയായി, ഇവനൊരു അമ്മയായി അമ്മ സമ്മതിച്ചേ പറ്റൂ. ജനിപ്പിച്ച മക്കൾക്ക് വേണ്ട, പിന്നെ എന്തിനാ? ഇന്നുവരെ കണ്ടിട്ടില്ല, അറിയില്ല, കൂടാതെ രോഗവും. വേണ്ട, ഒന്നും പറയണ്ട. ഞാൻ എന്റെ അമ്മച്ചിയെ നോക്കിയ പോലെ നോക്കിക്കോളാം. അത് ഉറപ്പ്. എടി റീത്താമോ, അമ്മയുടെ കവറൊക്കെ മേടിച്ച് അകത്ത് വെക്ക്. അത് ഞാൻ ഏറ്റിച്ചായ. അമ്മ ഇങ്ങോട്ട് വന്നേ. മോനെ അപ്പച്ചനെ അമ്മച്ചി ഇഷ്ടമായോ? ഈ അമ്മച്ചിയെ എനിക്ക് ഒരുപാട് ഇഷ്ടായി. എന്റെ അമ്മയെ പോലെ തന്നെയാ. അല്ല, എന്റെ അമ്മയെയാ വെച്ച്. ചക്കരേ ഉമ്മ. എന്റെ മോട് പോയ പിന്നെ ഇത്ര സന്തോഷിച്ച് ഞാനിവനെ കണ്ടിട്ടില്ല. അമ്മേ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി ഈ ക്രിസ്മസ് മുതൽ നമ്മുടെയാണ് ഈ ലോകം, ഈ വീടും. പിന്നെ ഈ തയ്യൽ മെഷീൻ മതി നമുക്കിനി എല്ലാവർക്കും ജീവിക്കാനായിട്ട്. നടന്നത് തന്നെ. കടല് പേടി എന്നതും പറഞ്ഞ് ഇനി ഇരിക്കേണ്ട കേട്ടോ ഇച്ചായ. അമ്മച്ചിയും മോനും ഒക്കെ ഉള്ളതാണ്, മറക്കണ്ട. എന്റെ പൊന്നു റീത്ത കൊച്ച്, ഞാൻ സമ്മതിച്ചു. ആലോചിച്ചോ? ദേ നോക്കി, ഞാൻ വന്നു കേട്ടോ. ഞാൻ ആലോചിച്ചനോട് പറഞ്ഞില്ലേ ഞാൻ വരുന്ന. ആലോചിച്ചപ്പച്ചൻ എന്നെ മനസ്സിലായോ? ഞാനാണ് ആലോചിച്ചിന്റെ ഉണ്ട്. ഞാനിപ്പോ എവിടെയാണ് കിടക്കുന്നതെന്ന് അറിയോ? എന്റെ അലോഷ്യപ്പച്ചന്റെയും രേഖാമ്മച്ചിയുടെയും നടുക്കാണ്. എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചേ. എടി റീത്താമ്മോ, ഒന്ന് എഴുന്നേക്കി.
എടി ഒന്ന് എഴുന്നേക്ക്. എടോ മനുഷ്യ, പതുക്കെ, മോൻ ഉറങ്ങുകയാ. എടി, ഞാൻ പറഞ്ഞില്ലേ ഉണ്ണീശോ വരുമെന്ന്. എന്റെ സ്വപ്നം നടക്കാതെ ഇരുന്നിട്ടില്ല. ഈ കുഞ്ഞാണടെ നമ്മുടെ ഉണ്ണീശോ. ഇനി നമ്മുടെ ജീവിതം ഇതിനു വേണ്ടി മാത്രം. അലോഷ്യസ്, അലോഷ്യസ്, നിനക്കിനെ മനസ്സിലായോടാ അലോഷ്യസേ? ഞാൻ നിന്നെ എന്നും സന്ദർശിക്കുമായിരുന്നു. നിന്റെ സ്വപ്നങ്ങൾ ഞാനായിരുന്നു. നീ അത് അറിയാതെയും മനസ്സിലാക്കാതെയും പോയി. ഞാൻ പരദേശിയായിരുന്നു. നീ എന്നെ ഒത്തിരി സ്നേഹാദരവുകളോടെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു. നീ ഒത്തിരി സന്തോഷപൂർവ്വം എനിക്ക് വസ്ത്രങ്ങൾ നൽകി. ഞാൻ രോഗാവസ്ഥയിൽ ആയിരുന്നു. നീ ഒരുപാട് കാരുണ്യത്തോടെ എനിക്ക് ശുശ്രൂഷകൾ നൽകി. ഞാൻ അനാഥനായിരുന്നു. നീ എനിക്ക് വളരെ ബഹുമാനത്തോടെ അഭയം നൽകി. ഈ എളിയവർക്കെല്ലാം ഇതെല്ലാം ചെയ്തപ്പോൾ അലോഷ്യസേ, അതെല്ലാം എനിക്ക് വേണ്ടി തന്നെയാണ് നീ ചെയ്തത്. അലോഷ്യസ്, ഞാനിന്ന് ഒരുപാട് തവണ നിന്നോടൊത്ത് ഈ വീട്ടിലുണ്ടായിരുന്നു. നിന്നോടും റീതാമ്മയോടും ഒപ്പം എനിക്കൊത്തിരി സന്തോഷമായി. നീ അതറിഞ്ഞോ എന്നറിയില്ല. നീ ഒന്ന് ഓർത്തു നോക്കിയേ, അതെപ്പോഴൊക്കെയാണ് ഞാൻ നിന്നെ സന്ദർശിക്കാൻ വന്നതെന്നും നിന്നോട് സംസാരിക്കാൻ വന്നതെന്നും ഒന്ന് ചിന്തിച്ചേ. അലോഷ്യസേ, നീയും റീതാമ്മയും കൂടി പരദേശിയായ ഹമീദിനെ ശുശ്രൂഷിച്ചപ്പോഴും നിന്നെ ചതിച്ച, നിന്നെ ത്യജിച്ച, നിന്നോട് നിർദ്ദയമായും ശത്രുതയോടും പെരുമാറിയ സ്വന്തം സഹോദരനായ അലക്സിനെ തുറന്ന മനസ്സോടെ സ്വീകരിച്ചപ്പോഴും നിനക്കായി ജ്യൂസ് നൽകിയ ഷർട്ട് പോലും നീ അലക്സിനായി നൽകി. നീ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ സത്കരിച്ചപ്പോഴും മനം നിറയെ അദ്ദേഹത്തിന് ഭക്ഷണം നൽകിയപ്പോഴും നിരാലംബയായ ദേവകിക്കും മകനും നിന്റെ ഭവനത്തിൽ കാരുണ്യപൂർവ്വം അഭയം നൽകിയപ്പോഴും വിശന്നു വലഞ്ഞ ആ അമ്മയ്ക്കും കുഞ്ഞിനും ഒരു നേരത്തെ ഭക്ഷണമായപ്പോഴും ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. അലോഷ്യസേ, നീ എന്നെ നോക്കിയതേയില്ല, അറിഞ്ഞതേയില്ല. അവരെല്ലാം ഞാൻ തന്നെയായിരുന്നു. ജോസും ഞാനായിരുന്നു, ഹമീദും ഞാനായിരുന്നു, അലക്സും ഞാനായിരുന്നു. നീയൊന്നും നോക്കിയേ, നിന്നെ തേടി വന്ന ആ അമ്മയും മകനും എവിടെയാണെന്ന് നോക്കിയേ. അത് മറ്റാരുമല്ല, ഞാനും എൻ്റെ അമ്മയുമായിരുന്നു. എനിക്കും നീ എന്നും വിളിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ മാതാവിനും എല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും ഒത്തിരി സന്തോഷമായി. ഒരു പിടി അരി നൽകുമ്പോൾ പോലും കൊട്ടിഘോഷിക്കുന്നവരുടെ ഇടയിൽ അലോഷ്യസേ, നീ എത്ര വലിയവനാണ്. സ്വർഗരാജ്യത്തിലെ വലിയവനാണ് നീ. നിന്റെ വലതുകരം ചെയ്യുന്നത് ഇടത്തെ കരത്തെ പോലും നീ അറിയിക്കാറില്ലല്ലോ. നീയാണ് എൻ്റെ യഥാർത്ഥ ശിഷ്യൻ. അലോഷ്യസേ, നീ എന്നും എന്റേതാണ്, എന്റേത് മാത്രം. അലോഷ്യപ്പച്ചോ, ഏതാമച്ചേ, ദേ ഞാൻ ഇവിടെ ഉണ്ട്, എൻ്റെ അമ്മയുടെ മടിയില്. ഇന്ന് എൻ്റെ ജനത്തിന് അടിപൊളിയാക്കിയല്ലോ, ഒത്തിരി നന്ദി. ഇറച്ചിക്കറി സൂപ്പറാണ് കേട്ടോ. മീൻ പൊരിച്ചതും ഇറച്ചി വറ്റിയതും കോഴി വറ്റതും
ചോറും കൂട്ടാനും എല്ലാം. ആ മോര് കറി കലക്കി. ആലോചിച്ചപ്പച്ചനോട് റീറ്റാമ്മച്ചോടും ഒപ്പം എന്നെ അടിച്ചു കളിച്ചാല് ഒത്തിരി സന്തോഷമായി. ഹാപ്പി ക്രിസ്മസ് എൻ്റെ ആലോചിച്ചപ്പച്ച, റീറ്റാമ്മച്ചി. ബൈ ബൈ. അടുത്ത വർഷം ഇനിയും കാണാം. ഇതുപോലെയല്ല, ഇതിലും സൂപ്പറായി. ഞങ്ങൾ എന്നെ കൂടെ ഉണ്ടാവും. ഞാനും.